ഞാനൊരു ബാലികയായിരുന്നപ്പോഴായിരുന്നു ഞാൻ അഭിനയിച്ചുകൊണ്ടിരുന്നത്. അഭിനയിച്ച് ഏകദേശം അതിൻ്റെ ഒരു ഫാഗൻ്റ് ആയപ്പോൾ എനിക്ക് മനസ്സിലായി മടിക്കുന്ന വരെ അഭിനയിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം എനിക്ക് ആദ്യം തന്നെ മനസ്സിലായി. അപ്പൊ ഞാൻ ബുദ്ധിപരമായി പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഗോൾഡ് മെഡൽ കിട്ടി. ഗോൾഡ് മെഡലോ? ഒരച്ചൊക്കെ നോക്കി ശരിക്കും ജയറാമേട്ടൻ്റെ കൂടെ ഞാൻ 3 സിനിമ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒരു ഷോ ചെയ്തിട്ടുണ്ട് പ്രഭു സാറിൻ്റെ ഒക്കെ ഒപ്പം ഓൾ ഓവർ മിഡിൽ ഈസ്റ്റ്. 8ൽ നമ്മളെല്ലാവരും ഷഫിൾ ചെയ്ത് ഞാനും രാകേഷ് എന്നാണ് പേര്, കിച്ചു എന്നാ വീട്ടിൽ വിളിക്കുന്നത്. രാകേഷ് ഒരു ക്ലാസ്സിൽ വന്നു. അപ്പോഴാണ് നമ്മള് പ്രേമമൊക്കെ ആയത്. അപ്പൊ ഇപ്പൊ നിങ്ങൾ ഈ ലൈൻ അടിക്കുക എന്നുള്ള വാക്കാണല്ലോ അന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മള് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. ബട്ട് അന്നോട്ടേ നമ്മൾ ഭയങ്കര മെച്ചോർഡ് റിലേഷൻഷിപ്പ് ആണെന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ എല്ലാവർക്കും they were almost sure that we would get married because അന്നോട്ടേ എൻ്റെ മെച്ചോറിറ്റി കൊണ്ടല്ല, രാകേഷ് അത്യാവശ്യം മെച്ചോറിറ്റി വളരെ സെയിൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ യുനോ അങ്ങനെ ഭയങ്കര പബ്ലിക് ഡിസ്പ്ലേ ഓഫ് അഫെക്ഷൻ ഒന്നും PDA ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വളരെ സട്ടിലായിട്ട് പ്രേമിച്ച് ഇങ്ങനെ ആകെ കൂടെ ക്ലാസ്സിലൊന്നും വെച്ച് മിണ്ടുമൊന്നുമില്ല. ചില അങ്ങനത്തെ ബോയ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, രാകേഷ് അങ്ങനെയായിരുന്നു. ക്ലാസ്സിലൊന്നും വെച്ച് മിണ്ടില്ല. അപ്പൊ ഞാന് ബസ്സിലെ പോവാ. അപ്പൊ രാകേഷിന്റെ വീട് നടന്നു പോയാൽ മതിയായിരുന്നു സ്കൂളിൽ നിന്ന്. അപ്പൊ ഞാൻ ബസ്സിൽ നിന്ന് ഇങ്ങനെ വെളിയിലിട്ട് നോക്കി ഒരു ബൈ പറയും. ദാറ്റ് വാസ് ദി ഓൺലി കമ്മ്യൂണിക്കേഷൻ. ചില ദിവസങ്ങളിൽ വീട്ടിൽ ചെന്നിട്ട് വിളിക്കും, ചിലപ്പോൾ ഫോൺ ചെയ്യും, ട്രിങ് ട്രിങ്. അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. നമ്മുടെ രണ്ടുപേരും വീട്ടിൽ അറിയായിരുന്നു. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സി എൻ്റെ അച്ഛനും അമ്മയായാലും രാകേഷിന്റെ അച്ഛനും വി ഡോണ്ട് ബിലീവ് ഇൻ ഹൈഡിങ് തിങ്സ് ഫ്രം പാരന്റ്സ്. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഞാൻ ആദ്യം പിന്നെ ഞാൻ അങ്ങോട്ടാണ് കേട്ടോ പ്രപ്പോസ് ചെയ്തത്. പിന്നെ അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് ആദ്യം പോയി പറഞ്ഞ എന്റെ അച്ഛൻ്റെ അടുത്താ, അച്ഛാ ഞാൻ ഇങ്ങനെ എനിക്ക് നടക്കട്ടെ. അച്ഛൻ സെന്റ് ആൽബർട്ട്സ് കോളേജിലെ പ്രൊഫസർ ആയിരുന്നു. അപ്പൊ ഇതൊക്കെ കണ്ട് താഴെ വെച്ച് പറയുന്നതാണ് നല്ലതെന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അങ്ങനെ ഇറ്റ് വാസ് എ വെരി വെരി ലവ്ലി, ഒരു വളരെ എന്താ പറയാ ഡിവൈൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു. രാകേഷും ഞാനും ഒരുമിച്ച് വളർന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ 2 സ്വപ്നങ്ങളില്ല, ഞങ്ങളുടെ ഡ്രീംസ് ഒക്കെ വളരെ സിമിലർ ആണ്. രാകേഷിന്റെ കരിയർ നന്നായിട്ട് പോകണമെന്ന് എനിക്കും, ഞാൻ ചെയ്യുന്നത് എന്തായാലും അത് നന്നായി ചെയ്യണമെന്ന് രാകേഷിന്റെ ഫുൾ സപ്പോർട്ട് ഈ നിമിഷം വരെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് തന്നെ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഇപ്പം ആ ഒരു ടൈം പീരീഡിൽ ഇപ്പം അതായത് ഇപ്പം നമ്മൾ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് എന്നാണല്ലോ അപ്പൊ ഗേൾ ഫ്രണ്ട് അതായത് ഒരു മൂവിയിലേക്ക് അഭിനയിക്കുക അല്ലെങ്കിൽ ഒരു സീരിയലിൽ അഭിനയിക്കുക. ഇപ്പൊ ഇന്ന് തന്നെ പലരും നോ വേണ്ട എന്ന് പറയും അല്ലേ? പക്ഷെ അപ്പൊ ആയിരുന്നു ഈ രാകേഷ് ആ സമയത്ത് ഞങ്ങൾ ഒരു 2 വർഷത്തിന്റെ ഇടയിൽ ഒരു ചെറിയൊരു ബ്രേക്കപ്പ് പോലെ, അത് സിനിമ വന്നുകൊണ്ടല്ല, അതിന് മുമ്പ് തന്നെ സംഭവിച്ചാണ്. അപ്പോൾ ഹി വാസ് വെരി ലൈക്ക് എനി ബോയ് ഫ്രണ്ട് ആ സമയത്ത് പോസിറ്റീവ് ആയിരുന്നു. പക്ഷെ രാകേഷിന് വളരെ നന്നായിട്ട് അത് ഇഗ്നോർ ചെയ്യാനും അറിയായിരുന്നു. അപ്പോൾ സിനിമകളൊന്നും പോയി കണ്ടിട്ടൊന്നുമില്ല. ഇപ്പോഴും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്.